മുഖം കുനിച്ചിരിക്കുന്ന ഗോപികമാർ എല്ലാം കണ്ടു കേട്ടു. മീര മുത്തശ്ശി പറഞ്ഞു, ഭഗവാന്റെ ഗോപികമാരാണ്, ഇഷ്ടം പോലെ ആകാം. തടിയനോടാണ് പറഞ്ഞത്. ഒന്ന് ചിരിച്ച് തൻ്റെ പബ്ലിക് സ്കൂൾ ആക്സൻറ്റിൽ തടിയൻ ഉറക്കെ പറഞ്ഞു, ശരിയായ കിറുക്കു തന്നെ. തുടർന്ന് തടിയൻ്റെ ചോദ്യങ്ങളായി. ഇവിടെ ഡാൻസ് ഉണ്ടോ? മുത്തശ്ശി തന്നെയാണ് മറുപടി പറഞ്ഞത്. ഉണ്ടല്ലോ. അതിനു വേറെ ചെലവുണ്ടോ? ഗോപികമാർ ഭഗവാന് വേണ്ടിയല്ലേ നൃത്തം ചെയ്യുന്നത്, അതിന് എന്തു ചെലവ്? ഇവരെല്ലാമാണോ ഇവിടെ ആകെയുള്ളത്? അതെ. എല്ലാവരും ഒരേ തരം ചേല ഉടുത്തിരിക്കുന്നതെന്ത്? ഗോപികമാരായതുകൊണ്ട് തന്നെ. സ്വസിദ്ധമായ ശൈലിയിൽ മുഷിവ് തോന്നാത്ത തന്മയത്വത്തോടെയാണ് മീര മുത്തശ്ശി സംസാരിച്ചത്. ആരും മുഖമുയർത്താത്തതോ? അതെന്തുകൊണ്ട്? ഭഗവാന്മാരെ കാണുമ്പോൾ ഗോപികമാർ മുഖം കുനിക്കും. നാണം കൊണ്ടാണ്. മുത്തശ്ശി തനി ക്ലാസ്സാണല്ലോ. മീര മുത്തശ്ശി നാണിച്ചു. കുടിക്കാൻ എന്തെങ്കിലുമുണ്ടോ? മീര മുത്തശ്ശിയുടെ മറുപടി, ഉണ്ടല്ലോ, കാച്ചിയ പാലുണ്ട്. അതല്ല ചോദിച്ചത്. ഭഗവാനെ, ഗോപികമാർ മദ്യം വിറ്റ ചരിത്രമില്ല എന്നറിയില്ലേ? പരീക്ഷിക്കുകയാണോ? ആകട്ടെ, ഇവിടുത്തെ നിരക്കെന്താണ്? അങ്ങനെയൊന്നുമില്ല, ഭഗവാന്റെ ഇഷ്ടം. തടിയൻ്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. ഒരു രാത്രി മുഴുവൻ ഞങ്ങൾ ഇവിടെ കഴിച്ചുകൂട്ടിയാലോ? വലിയ അനുഗ്രഹം തന്നെ. ഇവിടെ ഒരു ടേപ്പ് റെക്കോർഡർ പോലും ഇല്ലേ? വൃന്ദാവനത്തിൽ യന്ത്രങ്ങളോ? ഇത്രയും ചോദിക്കുമ്പോഴും തടിയൻ ഗോപികമാരെ കണ്ണുകൾ കൊണ്ട് പരിശോധിക്കുകയായിരുന്നു. രാധികയിൽ ചെന്നാണ് നിന്നത്. ചെറിയ പുഞ്ചിരിയോടെ നിശബ്ദനായി ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന കൂട്ടുകാരനാകട്ടെ വിശേഷിച്ച് ആരെയും തിരഞ്ഞെടുത്തതുമില്ല. തടിയൻ രാധികയെ ചൂണ്ടിച്ചോദിച്ചു, ഇവളുടെ പേരെന്താണ്? ഇത്തവണ മറുപടി പറഞ്ഞത് പ്രമീളയാണ്. രാധികയുടെ പേരെന്തെന്ന് ഭഗവാൻ അറിയില്ലേ? ശബ്ദത്തിൻ്റെ വശ്യത കന്നഡക്കാരനെ സ്വാധീനിച്ചു. നിങ്ങളുടെയോ? പ്രമീള സാരിത്തലപ്പ് കൊണ്ട് മുഖം കുറച്ചുകൂടി മറച്ചു, അല്പം കൂടി കുനിഞ്ഞു. പ്രമീള. അങ്ങനെയാണ് അന്നു സന്ധ്യയ്ക്കു തന്നെ നൃത്തവേദി സജീവമായത്. ആദ്യം കയറിയെത്തുന്നവർ മനം മടുത്ത് നിരാശരായി മടങ്ങിപ്പോകാനിടയായാൽ ദൈവദോഷമാണ്.